നമുക്ക് ഇന്ന് കീം എക്സാമിൽ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഊളേഴ്സ് തിയറം അപ്ലൈ ചെയ്യുന്ന ചോദ്യങ്ങൾ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇമാജിനറി പാർട്ട് ഓഫ് cos 50 degree plus I sin 50 degree all divided by cos 50 degree minus I sin 50 degree equal to. നമ്മളോട് ഈ മൊത്തം ടേമിന്റെ ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞുള്ളത്. ഇത് ഊളേഴ്സ് തിയറം വെച്ച് അപ്ലൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഊളേഴ്സ് തിയറത്തിന്റെ ഇക്വേഷൻസ് ആദ്യം എഴുതാം. ഊളേഴ്സ് തിയറം cos theta plus I sin theta is equal to e raised to I theta. Cos theta minus I sin theta is equal to e raised to minus theta. ഈ ക്വസ്റ്റ്യൻ ആദ്യത്തിന് 1, 2 എന്ന് കൊടുക്കാം. cos 50 ഡിഗ്രി പ്ലസ് I sin 50 ഡിഗ്രി ആദ്യത്തെ ഫോർമാറ്റിലാണ് കിടക്കണേ. cos 50 ഡിഗ്രി മൈനസ് I sin 50 ഡിഗ്രി രണ്ടാമത്തെ ഫോർമാറ്റിലാണ് കിടക്കണേ. അപ്പോൾ നമുക്ക് ഇതിന് 1 എന്ന് എഴുതിയിട്ട് cos 50 ഡിഗ്രി പ്ലസ് I sin 50 ഡിഗ്രി എന്തിന് ഈക്വൽ ആയിരിക്കും? e raised to I theta അഥവാ I 50 ഡിഗ്രി. ഇനി രണ്ടാമത്തെ ഫോർമാറ്റിൽ വരുന്ന ഡിനോമിനേറ്റർ cos 50 ഡിഗ്രി മൈനസ് I sin 50 ഡിഗ്രി എന്തിനോട് ഈക്വൽ ആയിരിക്കും? e raised to മൈനസ് I 50 ഡിഗ്രി. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വേറെ വാല്യൂസ് നമുക്ക് കിട്ടി. ഈ രണ്ട് വാല്യൂസും നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ e raised to I 50 ഡിഗ്രി ഡിവൈഡഡ് ബൈ e raised to മൈനസ് I 50 ഡിഗ്രി. അപ്പോൾ e raised to I 50 ഡിഗ്രി ഇൻറ്റു e raised to ഡിനോമിനേറ്ററിലെ ടേംസ് നമ്മൾ ന്യൂമറേറ്ററിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ e raised to I 50 ഡിഗ്രി എന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിലെ ടേം മുകളിലേക്ക് വരുമ്പോൾ ആ പവർ, ആ നെഗറ്റീവ് പവർ എന്താവും? പോസിറ്റീവ് ആവും. അപ്പോൾ ഇത് ഏത് ഫോർമാറ്റിലാണ് കിടക്കണേ? a raised to m ഇൻറ്റു a raised to m. അതെന്താണ് ശരിക്കും? a raised to m പ്ലസ് m, അതായത് a raised to 2m ഫോർമാറ്റിലാണ് കിടക്കണേ. അപ്പോൾ e raised to I 50 ഡിഗ്രി ഇൻറ്റു e raised to I 50 ഡിഗ്രി ഈസ് ഈക്വൽ ടു e raised to 2 ഇൻറ്റു I 50 ഡിഗ്രി. ഇങ്ങനെ രണ്ടിൻ്റെയും ബേസ് സെയിം ആണ്, പവേഴ്സും സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞുള്ള ബേസ് ഒരു വട്ടം എഴുതിയിട്ട് ആ പവർ തമ്മിൽ ആഡ് ചെയ്യുക. അത് തന്നെയാണ് ഇവിടെയും ചെയ്തുള്ളത് കേട്ടോ. അപ്പോൾ e raised to a raised to 2m പോലെ തന്നെ e raised to 2 ഇൻറ്റു I ഇൻറ്റു 50 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? e raised to I 100 ഡിഗ്രി. e raised to I 100 ഡിഗ്രി e raised to I തീറ്റ ഫോമിലാണ് കിടക്കണേ. അപ്പോൾ e raised to I തീറ്റയുടെ ഇക്വേഷൻ തൊട്ടാണ് cos തീറ്റ പ്ലസ് I sin തീറ്റ. അപ്പോൾ e raised to I തീറ്റയുടെ ഇക്വേഷൻ എന്താണ്? cos തീറ്റ പ്ലസ് I sin തീറ്റ. അപ്പോൾ e raised to I 100ന്റെ ഇക്വേഷൻ എന്താണ്? cos 100 ഡിഗ്രി പ്ലസ് I sin 100 ഡിഗ്രി. അപ്പോൾ ഇതൊരു കോംപ്ലക്സ് നമ്പറിന്റെ ഒരു ഫോർമാറ്റിലാണ് കിടക്കണേ. കോംപ്ലക്സ് നമ്പർ എങ്ങനെയായിരുന്നു? a പ്ലസ് IB ആ ഫോർമാറ്റിലായിരുന്നു. ഇതിൽ a ആയിരിക്കും എന്ത്? റിയൽ പാർട്ട്. b ആയിരിക്കും എന്ത്? ഇമാജിനറി പാർട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഈ ഇക്വേഷനിൽ a ഇതാണ് a, ഇതാണ് b. a എന്ന് പറഞ്ഞ റിയൽ പാർട്ട്, b എന്ന് പറഞ്ഞ ഇമാജിനറി പാർട്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചല്ലേ? ഇമാജിനറി പാർട്ട് അല്ലേ? അപ്പോൾ sin 100 അല്ലേ ഇമാജിനറി പാർട്ടിന്റെ സ്ഥാനത്ത് നിൽക്കണേ. അപ്പോൾ ആ sin 100 ആണ്, 100 ഡിഗ്രി ആണ് എന്ത്? ഇമാജിനറി പാർട്ട്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ sin 100 ഈ ഓപ്ഷൻസിൽ കാണാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും?
സൈൻ 19 പ്ലസ് 10 അല്ലേ എന്ത് സൈൻ 100 ഡിഗ്രി. അപ്പോ നമുക്കറിയാം സൈൻ 19 പ്ലസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ. അപ്പോ സൈൻ 19 പ്ലസ് 10 ഈസ് ഈക്വൽ ടു കോസ് 10. അപ്പോ സൈൻ 19 പ്ലസ് 10 എന്തിനോട് ഈക്വൽ ആണ്? കോസ് 10 ഡിഗ്രിക്ക് ഈക്വൽ ആണ്. നമ്മൾ കോസ് 10 ഈ ഓപ്ഷൻസിലുണ്ടോ നോക്ക്. എ ഓപ്ഷൻ ആൻസർ ആയിട്ട് നല്ല മാച്ച് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 1 പ്ലസ് കോസ് പൈ ബൈ 12 പ്ലസ് ഐ സൈൻ പൈ ബൈ 12 ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് പൈ ബൈ 12 മൈനസ് ഐ സൈൻ പൈ ബൈ 12 ഓൾ റേസ് ടു 72 ഈസ് ഈക്വൽ ടു. ഇതിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ പൈ ബൈ 12 ജസ്റ്റ് തീറ്റ എന്ന് പറഞ്ഞ് എഴുതാൻ പോവാട്ടോ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? 1 പ്ലസ് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ ഓൾ റേസ് ടു 72. 1 പ്ലസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. അപ്പൊ നമുക്ക് 1 പ്ലസ് കോസ് തീറ്റ ഈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഈ വാല്യൂ ഇട്ട് കൊടുക്കാം. 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് ശേഷം വരണത് പ്ലസ് ഐ സൈൻ തീറ്റയും മൈനസ് ഐ സൈൻ തീറ്റയാണ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരുന്നത്. അപ്പോൾ ഇവിടെ തീറ്റ ബൈ 2 വരുമ്പോൾ ഇവിടെ തീറ്റ വരണത് ശരിയല്ല. അപ്പൊ നമ്മൾ ഈ സൈൻ തീറ്റയുടെ തീറ്റേനും തീറ്റ ബൈ 2 ആക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? സൈൻ 2 തീറ്റയുടെ ഇക്വേഷൻ ആദ്യം എഴുതാം. സൈൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോ സൈൻ തീറ്റ എന്തായിട്ട് വരും? ഈ 2 ഈ ഇക്വേഷനിലെ ജനറൽ ആണ്. അപ്പോൾ 2. ഇനി ഈ 2 തീറ്റയുടെ ഹാഫ് അല്ലേ തീറ്റ. അപ്പോ സൈൻ ഈ തീറ്റയുടെ ഹാഫ് എന്തൊട്ടാണ്? തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. ഈ 2 തീറ്റയുടെ പകുതിയാണ് എന്ത്? തീറ്റ. ഇവിടെ ഈ തീറ്റയുടെ പകുതി എന്താണ്? ഈ ഇക്വേഷൻ വരുമ്പോൾ തീറ്റ ബൈ 2 വരും. അപ്പൊ നമുക്ക് വീണ്ടും ഇക്വേഷൻ എഴുതാം. 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 പ്ലസ് ഐ 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 പ്ലസ് അല്ല മൈനസ് ഐ 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 ഓൾ റേസ് ടു 72. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലെയും 2 കോസ് തീറ്റ ബൈ 2 പുറത്തേക്ക് എടുക്കാം. 2 കോസ് തീറ്റ ബൈ 2 ബ്രാക്കറ്റ് കോസ് തീറ്റ ബൈ 2 പ്ലസ് ഐ സൈൻ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ 2 കോസ് തീറ്റ ബൈ 2 ബ്രാക്കറ്റ് കോസ് തീറ്റ ബൈ 2 മൈനസ് ഐ സൈൻ തീറ്റ ബൈ 2. ഈ 2 കോസ് തീറ്റ ബൈ 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതേ സെയിം വാല്യൂ വരും കേട്ടോ. ഓൾ റേസ് ടു 72. അപ്പോൾ 2 കോസ് തീറ്റ ബൈ 2 ന്യൂമറേറ്ററിലെയും 2 കോസ് ഇത് ഇൻഡോട്ട് ഇവിടെ രണ്ടും മൾട്ടിപ്ലൈ ആണ്. 2 കോസ് തീറ്റ ബൈ 2 ഡിനോമിനേറ്ററിലെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് രണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് ബാക്കി വരുന്ന ഇക്വേഷൻ എന്താണ്? കോസ് തീറ്റ ബൈ 2 പ്ലസ് ഐ സൈൻ തീറ്റ ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ബൈ 2 മൈനസ് ഐ സൈൻ തീറ്റ ബൈ 2 ഓൾ റേസ് ടു 72. അപ്പൊ ഇത് ഈ രണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഏത് ഫോമിലായി? ഊളേഴ്സ് തിയറത്തിന്റെ ഫോർമുലയിലായി.
ഊളേഴ്സ് തിയറത്തില് എന്താണ് പറയണേ? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ. കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഐ തീറ്റ. അപ്പൊ നമ്മുടെ ന്യൂമറേറ്റർ എന്താണ്? കോസ് തീറ്റ ബൈ 2 പ്ലസ് ഐ സൈൻ തീറ്റ ബൈ 2. അപ്പൊ അതിന്റെ വാല്യൂ എങ്ങനെ വരും? ഇ റേസ് ടു ഐ തീറ്റ ബൈ 2. കോസ് തീറ്റ ബൈ 2 മൈനസ് ഐ സൈൻ തീറ്റ ബൈ 2 ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ബൈ 2. അപ്പോൾ നമുക്ക് ഈ രണ്ട് വാല്യൂസും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ റേസ് ടു ഐ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ബൈ 2 ഓൾ റേസ് ടു 72. അപ്പോൾ നമുക്ക് ഈ ഡിനോമിനേറ്ററിലെ ടേം ന്യൂമറേറ്ററിലേക്ക് ആദ്യം കൊണ്ടുവരാം. ഇ റേസ് ടു ഐ തീറ്റ ബൈ 2 ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ ബൈ 2. ഡിനോമിനേറ്ററിലെ ടേം നെഗറ്റീവായ പവർ മുകളിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് ആവട്ടാ. ഓൾ റേസ് ടു 72. ഇത് ഏത് ഫോർമാറ്റിൽ കിടക്കണേ? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എം ഈസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എം ഈസ് ഈക്വൽ ടു എ റേസ് ടു 2m. അപ്പോൾ നമുക്ക് ഇ റേസ് ടു ഐ തീറ്റ ബൈ 2 ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ ബൈ 2 എങ്ങനെ എഴുതാം? ഇ റേസ് ടു ഐ തീറ്റ ബൈ 2 പ്ലസ് ഐ ഇൻറ്റു തീറ്റ ബൈ 2 ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 2 ഇൻറ്റു ഐ തീറ്റ ബൈ 2. ഈ 2ഉം ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് വരും? ഇ റേസ് ടു ഐ തീറ്റ. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെ വരുന്നുണ്ട്? ഇ റേസ് ടു ഐ തീറ്റ ഓൾ റേസ് ടു 72. നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ തീറ്റ എന്താണ്? പൈ ബൈ 12 അല്ലേ? അപ്പൊ നമുക്ക് ഈ തീറ്റയുടെ സ്ഥാനത്ത് ഇനി പൈ ബൈ 12 ഇട്ട് കൊടുക്കാം. അപ്പോ ഇ റേസ് ടു ഐ പൈ ബൈ 12 ഓൾ റേസ് ടു 72. ഈ ഇക്വേഷൻ എങ്ങനെ വരും? ഇ റേസ് ടു ഐ ഇൻറ്റു പൈ ബൈ 12 ഇൻറ്റു 72 എന്ന് എഴുതാൻ പറ്റും. ആ പവറിനെ ഉള്ളിലത്തെ പവറായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോ 72 ഡിവൈഡഡ് ബൈ 12 എത്രയാണ്? 4ല് 12 3 ടൈംസ്, 4ല് 72 18 ടൈംസ്. അപ്പൊ 18 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 6. അപ്പൊ നമുക്ക് ആൻസർ എങ്ങനെ വരും? ഇ റേസ് ടു ഐ 6 പൈ എന്ന് വരും. അപ്പോ നമ്മുടെ ഊളേഴ്സ് തിയറം വെച്ചിട്ട് നമുക്കറിയാം ഇ റേസ് ടു ഐ തീറ്റ എന്താണ്? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പോ ഇ റേസ് ടു ഐ 6 പൈ എന്താണ്? ഈ 6 പൈ എന്ന് പറയുന്നത് ഇപ്പൊ തീറ്റയുടെ സ്ഥാനത്തല്ലേ കിടക്കണേ. അപ്പോ കോസ് 6 പൈ പ്ലസ് ഐ സൈൻ 6 പൈ. അപ്പൊ നമുക്ക് ഇതുവരെയുള്ള ആൻസർ വന്നിരിക്കുന്നത് കോസ് 6 പൈ പ്ലസ് ഐ സൈൻ 6 പൈ ആണ്. പക്ഷെ നമ്മുടെ ഓപ്ഷൻസില് ഈ ഒരു ആൻസർ കാണാനില്ല. അപ്പൊ നമ്മൾ അതിലൊക്കെ എന്താണ് 0 -1 1 1/2 -1/2 അങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ് കിടക്കണേ. നിങ്ങളത് ബാക്ക് അടിച്ച ആ ഓപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റൂ കേട്ടോ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഈ കോസ് 6 പൈയുടെയും സൈൻ 6 പൈയുടെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോ ഇൻ കോസ് n പൈ, n എന്ന് പറഞ്ഞാൽ ഏത് നമ്പർ ആവാം. n ഇപ്പോ ഈവൺ ആണെങ്കിൽ കോസ് n പൈയുടെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. n ഓഡ് ആണെങ്കിൽ കോസ് n പൈയുടെ വാല്യൂ എന്തായിരിക്കും? -1 ആയിരിക്കും. ഇനി ഇൻ സൈൻ n പൈ, n
ഈവൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? സൈൻ എൻ പൈയുടെ വാല്യൂ 0 ആയിരിക്കും. എൻ ഓഡ് ആണെങ്കിലോ സൈൻ എൻ പൈയുടെ വാല്യൂ 0 ആയിരിക്കും. ഇനി നമ്മള് ടാനിന്റെയും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ടാൻ എന്തായിരിക്കും? ടാൻ എൻ പൈയിലെ ടാന്റെ എൻ ഈവൺ ആണെങ്കിൽ ടാൻ എൻ പൈ എന്തായിരിക്കും? 0 ആയിരിക്കും. എൻ ഓഡ് ആണെങ്കിലോ ടാൻ എൻ പൈയുടെ വാല്യൂ 0 ആയിരിക്കും. e raised to I 6 pi is equal to cos 6 pi plus I sin 6 pi. അപ്പോ ഈ കോസിന്റെ സ്ഥാനത്തുള്ള എന്നിന്റെ വാല്യൂ എന്താണ്? n ഈവൻ ആണ്. അപ്പോ കോസ് എൻ പൈയുടെ വാല്യൂ എന്താണ് വരാ? 1 ആണ് വരാ. ഇവിടെ സൈൻ 6 പൈ ഇതൊരു സൈൻ എൻ പൈയുടെ ഫോർമാറ്റിലാണ് കിടക്കണേ. അപ്പോ ഇവിടുത്തെ എന്നിന്റെ വാല്യൂ എന്താണ്? ഈവൺ ആണ്. അപ്പോ സൈൻ എൻ പൈയുടെ വാല്യൂ എന്താണ് വരാ? 0 ആണ് വരാ. അപ്പൊ നമുക്ക് എഴുതാം കോസ് 6 പൈ പ്ലസ് ഐ സൈൻ 6 പൈ ഈസ് ഈക്വൽ ടു കോസ് 6 പൈ is equal to 1 plus I sin 6 pi is equal to sin n പൈയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ sin 6 പൈയുടെ വാല്യൂ എന്താവും? n ഈവൺ ആയ കാരണം അതിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആവും. അപ്പോൾ I into 0. സോ ആൻസർ എന്തായി വരും? 1 plus I into 0 0. So the answer is 1. അപ്പോ ഈ ആൻസറായി മാച്ച് ചെയ്യണ ഓപ്ഷൻ ഇതിൽ ഏതാണ്? ഓപ്ഷൻ സി. അപ്പോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. 1 പ്ലസ് കോസ് പൈ ബൈ 5 പ്ലസ് ഐ സൈൻ പൈ ബൈ 5 ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് പൈ ബൈ 5 മൈനസ് ഐ സൈൻ പൈ ബൈ 5 ഈസ് ഈക്വൽ ടു. അപ്പോ ഈ ക്വസ്റ്റ്യന്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 1 പ്ലസ് കോസ് പൈ ബൈ 5 ഉണ്ട് ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിലും 1 പ്ലസ് കോസ് പൈ ബൈ 5 ഉണ്ട്. അപ്പൊ ഇത് ഏത് ഫോർമാറ്റിലാണ്? 1 പ്ലസ് കോസ് തീറ്റ ഫോർമാറ്റിലാണ്. 1 പ്ലസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 by 2. അപ്പോ 1 പ്ലസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. ഇനി നമുക്ക് സൈൻ 2 തീറ്റ എത്രയാണെന്ന് നോക്കാം. സൈൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ വെറും സൈൻ തീറ്റ എത്രയാവും? ഓൾറെഡി ഈ ക്വസ്റ്റ്യനിൽ 2 ജനറൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ 2 സൈൻ, ഇവിടെ 2 തീറ്റയുടെ ഹാഫ് അല്ലേ തീറ്റ. അപ്പോൾ തീറ്റയുടെ ഹാഫ് എന്തൊട്ടാ? തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. നമുക്ക് ഈ ക്വസ്റ്റ്യനിലെ പൈ ബൈ 5 ജസ്റ്റ് തീറ്റ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുള്ളൂട്ടാ. അപ്പോൾ 1 പ്ലസ് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ. അപ്പോൾ സെയിം ഫോർമാറ്റിൽ ക്വസ്റ്റ്യന്റെ ഫോർമാറ്റിൽ തന്നെയായിട്ട് ഞാൻ എഴുതിയത്. അപ്പോൾ 1 പ്ലസ് കോസ് തീറ്റ എത്രയാണ്? 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 പ്ലസ് ഐ ഇൻറ്റു സൈൻ തീറ്റയ്ക്ക് നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞത് ഏതാണ്? 2 സൈൻ തീറ്റ ബൈ 2 കോസ്
തീറ്റ ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെയും 1 പ്ലസ് കോസ് തീറ്റ ഉണ്ട്. അപ്പോൾ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 മൈനസ് I2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ള 2 കോസ് തീറ്റ ബൈ 2നെ പുറത്തേക്ക് എടുക്കാം. 2 കോസ് തീറ്റ ബൈ 2 ബ്രാക്കറ്റ് കോസ് തീറ്റ ബൈ 2 പ്ലസ് I സൈൻ തീറ്റ ബൈ 2 എന്ന ന്യൂമറേറ്റർ വരും. അപ്പോൾ എന്താണ് 2 കോസ് തീറ്റ ബൈ 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 ആവും. പിന്നെ 2 I ഇൻറ്റു 2 കോസ് തീറ്റ ബൈ 2 സൈൻ തീറ്റ ബൈ 2 ആവും. അപ്പോൾ ശരിക്കും ഇതെന്തായി ന്യൂമറേറ്ററിന് ഈക്വലായി. ഓൾ ഡിവൈഡഡ് ബൈ 2 കോസ് തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 മൈനസ് I സൈൻ തീറ്റ ബൈ 2. അപ്പൊ ഇത് ഡിനോമിനേറ്ററിന് ഈക്വലായി. 2 കോസ് തീറ്റ നമ്മൾ പുറത്തേക്ക് എടുത്തു. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കോസ് തീറ്റ ബൈ 2 പുറത്തേക്ക് എടുത്തു. അപ്പൊ ഈ രണ്ട് ടേംസും ഇതിന് ഈക്വൽ ആണ് കേട്ടോ. അപ്പോ 2 കോസ് തീറ്റ ബൈ 2 2 കോസ് തീറ്റ ബൈ 2 നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് ബാലൻസ് വരേണ്ടത് എന്താണ്? കോസ് തീറ്റ ബൈ 2 പ്ലസ് I സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 മൈനസ് I സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ. നമ്മൾ ഊളേഴ്സ് തിയറത്തിൽ എന്താ പറഞ്ഞുള്ളത്? e⁻i തീറ്റയ്ക്ക് ഈക്വൽ ആണ്. കോസ് തീറ്റ മൈനസ് I സൈൻ തീറ്റ എന്തിന് ഈക്വൽ ആണ്? e⁻i തീറ്റ. സോ കോസ് തീറ്റ ബൈ 2 പ്ലസ് I സൈൻ തീറ്റ ബൈ 2 എന്തിന് ഈക്വൽ ആണ്? e⁻i തീറ്റ ബൈ 2. കോസ് തീറ്റ ബൈ 2 മൈനസ് I സൈൻ തീറ്റ ബൈ 2 എന്തിന് ഈക്വൽ ആണ്? e⁻i തീറ്റ ബൈ 2. അപ്പൊ നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമുള്ള വാല്യൂസ് കിട്ടി. അപ്പൊ നമുക്ക് ഈ വാല്യൂസ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ e⁻i ഇൻറ്റു തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ e⁻i ഇൻറ്റു തീറ്റ ബൈ 2 ഈസ് ഈക്വൽ ടു e⁻i തീറ്റ ബൈ 2 ഇൻറ്റു e⁻i തീറ്റ ബൈ 2. ഇത് a⁻m ഇൻറ്റു a⁻m ഫോർമാറ്റിലാണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞുള്ളത്? a⁻m ഇൻറ്റു a⁻m ഈസ് ഈക്വൽ ടു a⁻2m. സോ ഈ ഇക്വേഷനിലും അതേ ഫോർമാറ്റിലാണ് നമ്മൾ എഴുതുന്നത്. സോ e⁻2 ഇൻറ്റു I ഇൻറ്റു തീറ്റ ബൈ 2. ഈ 2ഉം 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ ആൻസർ എന്തായി? e⁻i തീറ്റ. നമ്മൾ തീറ്റ കൊടുത്തിരിക്കുന്നത് ഏത് വാല്യൂവിനാണ്? π/5 കൊടുത്തുള്ളത്. സോ ആൻസർ എന്താവും? e⁻i π/5. നമ്മൾ e⁻i തീറ്റയുടെ ഇക്വേഷൻ എന്താണ് പറഞ്ഞുള്ളത്? കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ എന്നല്ലേ. സോ e⁻i π/5 എന്തിന് ഈക്വൽ ആയിരിക്കും? കോസ് π/5 പ്ലസ് I സൈൻ π/5. അപ്പൊ ഇതാണ് എന്ത് ചോദ്യത്തിന്റെ ആ ടേമിന് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ. സോ ഈ വാല്യൂ ഓപ്ഷനിൽ എവിടെയൊക്കെ എടുക്കണേ? ഓപ്ഷൻ എ ആണ് ആൻസർ ആയി മാച്ച് ആവുന്നത്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ റിയൽ പാർട്ട് ഓഫ് 1 പ്ലസ് സൈൻ 2π/27 മൈനസ് I cos 2π/27 all divided by 1 plus sin 2π/27 plus I cos 2π/27
ഈസ് ഈക്വൽ ടു. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറയണേ, ഈ ഇക്വേഷന്റെ റിയൽ പാർട്ട് കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് ആദ്യം 2π/27 ഈസ് ഈക്വൽ ടു തീറ്റ എന്ന് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്താവും, 1 + sin θ മൈനസ് I cos θ all divided by 1 + sin θ plus I cos θ. നമ്മുടെ മുൻപത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ ഈ സൈഡില് കോസ് തീറ്റ വന്നിരുന്നു, അതിന്റെ അപ്പുറത്ത് സൈൻ തീറ്റ വന്നിരുന്നേ. 1 + sin θ എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷനും ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ സൈൻ തീറ്റയുടെ പകരം നമുക്ക് കോസ് തീറ്റ ആക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 + cos θ 2 cos² θ/2 എന്ന് വെച്ചിട്ട് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് π/2 മൈനസ് തീറ്റയ്ക്ക് ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ നോക്കി, ഈ സൈൻ തീറ്റയ്ക്ക് നമ്മൾ ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താ ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് π/2 മൈനസ് തീറ്റ. അപ്പൊ എന്ത് വരും, 1 + cos π/2 മൈനസ് തീറ്റ മൈനസ് I cos θ എന്ന് വരും. അപ്പൊ ഇവിടെ തീറ്റയുടെ ഭാഗത്ത് വ്യത്യാസം വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ കോസ് തീറ്റയുടെ തീറ്റയും π/2 മൈനസ് തീറ്റയ്ക്ക് ഈക്വൽ ആകണം. അപ്പൊ നമുക്കറിയാം കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ π/2 മൈനസ് തീറ്റയ്ക്ക് ഈക്വൽ ആണ്. അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് എഴുതി നോക്കാം, 1 + cos π/2 മൈനസ് തീറ്റ മൈനസ് I സൈൻ π/2 മൈനസ് തീറ്റ all divided by 1 + cos π/2 മൈനസ് തീറ്റ പ്ലസ് I സൈൻ π/2 മൈനസ് തീറ്റ. ഇപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയായി, പഴയ മോഡൽ ക്വസ്റ്റ്യൻസ് പോലെയായി. 1 + cos θ മോഡലിൽ വന്നു, പിന്നെ I സൈൻ തീറ്റ മോഡലിൽ വന്നു. അപ്പൊ എന്താണ്, ഇവിടത്തെയും തീറ്റ നമുക്ക് സെയിം ആക്കാൻ പറ്റി. ഇനി നമുക്ക് π/2 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ എന്ന് കൊടുക്കാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താവും, 1 + cos α മൈനസ് I സൈൻ ആൽഫ all divided by 1 + cos α പ്ലസ് I സൈൻ ആൽഫയ്ക്ക് ഈക്വൽ ആവും. അപ്പൊ 1 + cos α എന്തിന് ഈക്വൽ ആണ്, 2 cos² α/2 ഈക്വൽ ആണ്. ഇനി സൈൻ ആൽഫ ഏത് മോഡലിലാണ് വന്നുള്ളത്, സൈൻ 2θ മോഡലിലാണ് വന്നുള്ളത്. അപ്പോ സൈൻ 2 സൈൻ α/2 കോസ് α/2 ഇതെങ്ങനെ വന്നേ, സൈൻ 2θ ഈസ് ഈക്വൽ ടു 2 സൈൻ θ കോസ് θ. ഇവിടെ ഇത് ആ 2 തീറ്റയ്ക്ക് ഈക്വൽ ആണ് ആൽഫ. അപ്പൊ 2 ജനറൽ ആണ്, ഈ ആൽഫയുടെ ഹാഫ് α/2 α/2. ഈ ക്വസ്റ്റ്യനിൽ 2 തീറ്റയുടെ പകുതിയാണല്ലോ ഇവിടെ വന്നുള്ളത്. അതുപോലെ ഈ ആൽഫയുടെ പകുതിയാണ് ഇവിടെ തീറ്റയായിട്ട് വന്നിട്ടുള്ളത്, α/2 α/2. അപ്പൊ നമുക്ക് ഈ വാല്യൂസ് ഒക്കെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോ 2 cos² α/2 മൈനസ് I 2 സൈൻ α/2 കോസ് α/2 all divided by 2 cos² α/2 plus I 2 sin α/2 cos α/2. അപ്പൊ നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 cos α/2 കോമൺ ആയി പുറത്തേക്ക് എടുക്കാം. 2 cos α/2 ബ്രാക്കറ്റ് cos α/2 മൈനസ് I sin α/2 all divided by 2 cos α/2 bracket cos α/2 plus
I sin alpha by 2. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും 2 cos alpha by 2നെ ക്യാൻസൽ ഔട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി വരും? cos alpha by 2 മൈനസ് I sin alpha by 2 all divided by cos alpha by 2 plus I sin alpha by 2. ഇത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഊളേഴ്സ് തിയറം പോലെയായി. അപ്പോ നമുക്ക് ഊളേഴ്സ് ഫോർമുല എന്താണ്? കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഐ തീറ്റ. അപ്പോ കോസ് ആൽഫ ബൈ 2 മൈനസ് ഐ സൈൻ ആൽഫ ബൈ 2 എന്താവും? ഇ റേസ് ടു മൈനസ് ഐ ആൽഫ ബൈ 2. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ. സോ കോസ് ആൽഫ ബൈ 2 പ്ലസ് ഐ സൈൻ ആൽഫ ബൈ 2 എന്തിന് ഈക്വൽ ആവും? ഇ റേസ് ടു ഐ ആൽഫ ബൈ 2. അപ്പൊ നമുക്ക് കിട്ടിയ ഈ രണ്ട് വാല്യൂസും നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ റേസ് ടു മൈനസ് ഐ ആൽഫ ബൈ 2 all divided by e raised to I alpha by 2 is equal to e raised to minus I alpha by 2 into e raised to minus I alpha by 2. അപ്പോൾ ഇത് എന്താവും? e raised to minus 2 into I into alpha by 2. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. സോ ഈ ഇക്വേഷൻ എങ്ങനെ വരും? ഇ റേസ് ടു മൈനസ് ഐ ആൽഫ എന്ന് വരും. ഇ റേസ് ടു മൈനസ് ഐ തീറ്റ എന്തിന് ഈക്വൽ ആണ്? കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റയ്ക്ക് ഈക്വൽ ആണ്. അപ്പോ ഇ റേസ് ടു മൈനസ് ഐ ആൽഫ എന്തിന് ഈക്വൽ ആവും? കോസ് ആൽഫ മൈനസ് ഐ സൈൻ ആൽഫയ്ക്ക് ഈക്വൽ ആവും. നമ്മള് ക്വസ്റ്റ്യനില് ആൽഫയുടെ വാല്യൂ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പൈ ബൈ 2 മൈനസ് തീറ്റ. അപ്പോ ഇ റേസ് ടു മൈനസ് ഐ ആൽഫ എന്തിന് ഈക്വൽ ആവും? കോസ് പൈ ബൈ 2 മൈനസ് തീറ്റ മൈനസ് ഐ സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ളത് റിയൽ പാർട്ട് കണ്ടുപിടിക്കാനാണ്. അപ്പോ ഈ കോസ് പൈ ബൈ 2 മൈനസ് തീറ്റയാണ് ഈ ഇക്വേഷനിലെ റിയൽ പാർട്ട്. ഇനി സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റയാണ് ഈ ഇക്വേഷനിലെ ഇമാജിനറി പാർട്ട്. ഇതെന്തായി? ഒരു കോംപ്ലക്സ് നമ്പറായി മാറി കഴിഞ്ഞു. അപ്പോ ഇതാണ് എന്ത്? റിയൽ പാർട്ട്. ഈ ഐര അപ്പുറത്തുള്ളതാണ് ഇമാജിനറി പാർട്ട്. അപ്പൊ നമുക്ക് കിട്ടി റിയൽ പാർട്ട് എന്താണ്? കോസ് പൈ ബൈ 2 മൈനസ് തീറ്റ കിട്ടി. പക്ഷെ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ, അതായത് തീറ്റ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ളത്? 2 പൈ ബൈ 27 ആണ്. പക്ഷെ ഈ ഇങ്ങനെ വരുമ്പോ ഉത്തരം എന്ത് വരും? കോസ് പൈ ബൈ 2 മൈനസ് 2 പൈ ബൈ 27. ഈ ഉത്തരം ഓപ്ഷനിൽ ഇല്ല. അപ്പൊ നമുക്ക് എന്തറിയാം? കോസ് പൈ ബൈ 2 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റയാണെന്ന് അറിയാം. അപ്പോ കോസ് പൈ ബൈ 2 മൈനസ് 2 പൈ ബൈ 27 എന്തിന് ഈക്വൽ ആവും? സൈൻ 2 പൈ ബൈ 27 ഈക്വൽ ആവും. അപ്പോ സൈൻ 2 പൈ ബൈ 27 ആവും എന്ത്? റിയൽ പാർട്ട് ഈ ഇക്വേഷന്റെ. അപ്പൊ നമുക്ക് നോക്കാം. സൈൻ 2 പൈ ബൈ 27 ഈ ഓപ്ഷൻസിലുണ്ടോ നോക്കിയേ. ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ.